കോഴിക്കോട് നഗരഹൃദയത്തിലെ ഏക അഗ്നിരക്ഷാ നിലയമാണ് ഇത്. കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷൻ 2 വർഷം മുൻപ് നവീകരണത്തിൻ്റെ ഭാഗമായി പൊളിച്ചിട്ട ഈ ഫയർ സ്റ്റേഷൻ ഇന്ന് വലിയ ദുരിതാവസ്ഥയിലാണ്. ഇപ്പോൾ നമുക്ക് കാണാം, ഈ ഷീറ്റിൻ്റെ പുറത്താണ് ഇതിൻ്റെയൊക്കെ താഴെ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്ന വലിയ ശോചനീയാവസ്ഥ ഉണ്ടായിരിക്കുന്നത്. 1 വർഷം മുൻപാണ് കാലപ്പഴക്കത്തെ തുടർന്ന് ദ്രവിച്ച കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷൻ കെട്ടിടം പൊളിച്ചു നീക്കിയത്. അന്ന് 4 യൂണിറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് കേവലം 1 യൂണിറ്റ് മാത്രമാണ് നഗരഹൃദയത്തിലെ അഗ്നിരക്ഷാ നിലയത്തിലുള്ളത്. ആകെയുള്ള 1 യൂണിറ്റിന്റെ വണ്ടികളും മറ്റും സൂക്ഷിച്ചിരിക്കുന്നതാവട്ടെ ഇരുമ്പകാലിൽ കെട്ടിയുയർത്തിയ ടാർപോളിൻ ഷീറ്റിനാൽ തീർത്ത താൽക്കാലിക ഷെഡിലാണ്. പൊതുജനങ്ങളുടെ സുരക്ഷ നോക്കുന്ന അഗ്നിരക്ഷാസേനയ്ക്ക് യാതൊരു സുരക്ഷയുമില്ലാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. കോഴിക്കോട് പോലൊരു നഗരത്തിലുള്ള ഒരേ ഒരു ഫയർ സ്റ്റേഷനാണിത്. ഇപ്പോൾ 2 വർഷമായിട്ട് ഇത് ഇങ്ങനെയാണ്. നിങ്ങൾ എന്താണോ ഈ കാണുന്ന ഈ ഒരു ഷെഡിൽ, ഇതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു സർവൈവിങ് അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റൻസ് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, ഇതൊരു കോഴിക്കോട് വലിയ സിറ്റിയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ വികസനം നടക്കുന്ന ഒരു സിറ്റിയാണ്. അതുമാത്രമല്ല, ഈ അടുത്തൊക്കെ ഒരുപാട് തീപിടുത്തമുള്ള അപകടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മുടെ നഗരത്തെ രക്ഷിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ഥിതി? അപ്പോൾ നമ്മൾ ഒത്തിരി പ്രാവശ്യം അധികാരികളോട് ഇത് ശ്രദ്ധയിൽപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നും അതിന് ഒരു മറുപടിയോ കാര്യങ്ങളോ ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കോഴിക്കോട് നഗരത്തിൽ തീപിടുത്തമുണ്ടായാൽ മറ്റിടങ്ങളിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തുന്നതും കാത്തിരിക്കേണ്ട ഗതികേടാണെന്ന് നാട്ടുകാർ വ്യക്തമാക്കുന്നു. 2 വർഷത്തോളമായിട്ട് നഗരത്തിലെ ഏറ്റവും വലിയ പറയാൻ വെച്ചാൽ ഒരു ഫയർഫോഴ്സ് കേന്ദ്ര ബീച്ചിലുള്ള നമുക്ക് തന്നെ അറിയാം. കുറച്ച് 2 മാസം മുന്നേ നമ്മളെ നഗരത്തിലൊരു മെയിൻ കേന്ദ്രമാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ ഒരു തീപിടുത്തം പിടിച്ച പോലും ഇവിടെ നിന്നും ആൾ വരാനുള്ള സംവിധാനം ഇല്ല. 1 യൂണിറ്റ് ഉള്ളു ഇപ്പോൾ ഉള്ളത്. മീൻചന്തന്ന് വന്നിട്ടാണ് എന്താക്കണം ചെയ്യുന്നത്. ആകെയുള്ളൊരു കേന്ദ്രം ഇവിടെയാണുള്ളത്, പിന്നെയുള്ള മീൻചന്താണ്. അപ്പോൾ ഇവിടെ നിന്നാണ് പെട്ടെന്ന് പോകാനുള്ള എളുപ്പവും. ഏറ്റവും തിരക്കേറിയ കോഴിക്കോട് നഗരഹൃദയത്തിലെ അഗ്നിരക്ഷാ നിലയത്തിന് കൂടുതൽ സൗകര്യമുള്ള ഒരു താൽക്കാലിക കെട്ടിടമെങ്കിലും ഒരുക്കി നൽകാൻ ജില്ലാ ഭരണകൂടമോ കോഴിക്കോട് കോർപ്പറേഷനോ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. നഗരത്തിൽ ചെറുതും വലുതുമായ തീപിടുത്തമുണ്ടാകുമ്പോഴാണ് അധികൃതർ ഇക്കാര്യത്തിൽ ഉറക്കം നടിക്കുന്നത്. ഏത് സമയത്ത് വിളിച്ചാലും കുതിച്ചു പായാൻ കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥർ തയ്യാറാണ്. ഇവരുടെ ആത്മാർത്ഥത അധികൃതർ കണ്ടില്ലെന്ന് നടിക്കരുത്. ഇവർക്ക് നല്ലൊരു കെട്ടിടവും സംവിധാനങ്ങളും അനിവാര്യവുമാണ്. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.